സാർ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം SITയുടെ മുന്നിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിൽ 500 കോടി രൂപയുടെ തട്ടിപ്പ്, ഏതോ 500 കോടി രൂപയ്ക്ക് ശബരിമലയിലെ ഭഗവാന്റെ ആഭരണങ്ങൾ സഹിതം, അത് ഏതെന്ന് പറയുന്നില്ല, അത് സാറ് തന്നെ പറഞ്ഞാൽ മതി, കൊടുത്തു എന്നൊരു വ്യവസായിക്ക് കൊടുത്തു എന്നാണ്. വിഗ്രഹം അതായത് അയ്യപ്പനെ കവർ ചെയ്തിരിക്കുന്ന, അയ്യപ്പൻ്റെ ദേഹം മൊത്തത്തിൽ സ്വർണ്ണത്തിൽ കവർ ചെയ്തിരിക്കുന്ന മൂലവിഗ്രഹം അവിടെയുണ്ട്. അപ്പോൾ വിഗ്രഹം കൊടുത്തിട്ടുണ്ട്. പിന്നെ ജപമാലയോ കഴുത്തിലിട്ടിരിക്കുന്ന രുദ്രാക്ഷം ഉൾപ്പെടെയുള്ളതുണ്ട്. പിന്നെ അതെ, കൊടിമരത്തിലെ ഭഗവാന്റെ ദ്വാരപാലകർ, ഇങ്ങനെ എല്ലാം കൂടെ 500 കോടി രൂപയ്ക്ക് ഏതോ വ്യവസായിക്ക് മറിച്ചു കൊടുത്തു എന്നാണ് രമേശ് ചെന്നിത്തല SITക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സാധാരണ അത് പുറത്തു വരാറില്ല, SITക്ക് രഹസ്യമായി കൊടുക്കാറുള്ളതാണ്. എന്നാൽ നമുക്ക് അറിയാൻ കഴിയുന്ന അങ്ങനെ. രമേശ് ചെന്നിത്തലയ്ക്ക് പേടിയായിട്ടാണോ പറയാൻ മടിയായിട്ടാണോ അറിയില്ല, ഈ വിഗ്രഹം കൊണ്ട് വിറ്റിരിക്കുന്നത് 500 കോടിക്കെന്നുള്ള 50,000 കോടിയിൽ മേധേ എന്നുള്ള വിവരമാണ് എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത്. കാരണം ഇതൊരു സാധാരണ സ്വർണ്ണമല്ല, ഇതൊരു ആൻറ്റിക്കാണ്. ആൻറ്റിക്ക് എന്ന് പറഞ്ഞാൽ ദൈവികമായിട്ടുള്ള ആൻറ്റിക്ക്. അതിൻ്റെ വിലയും നിലയും നിശ്ചയിക്കാനാവില്ല, ഒരിക്കലും പറ്റില്ല. കോടാനുകോടി രൂപയാണ് ഇത് വിദേശങ്ങളിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. ഇത് 50,000 കോടി രൂപയ്ക്ക് ആണ് വിറ്റത് എന്നുള്ള വിവരങ്ങൾ 500 അങ്ങേർക്ക് അദ്ദേഹം രമേശ് ചെന്നിത്തല പേടിയാണ്. 500 പറയാൻ 50,000 പറയാൻ ആൾക്കാർ വിശ്വസിക്കോ ഇല്ലേ എന്നുള്ള പേടിയാണ്. അപ്പോഴാണ് 500 കോടി എന്ന് പറയുന്നത്. 500 കോടിയല്ല, ഇത് 50,000 കോടി രൂപയ്ക്ക് വിറ്റു എന്നുള്ള വിവരം നേരത്തെ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഇതൊരു ബിസിനസ്സുകാരൻ ആണ്, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളാണ്. അദ്ദേഹം തന്നെയാണ്, ഞാനും നേരത്തെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം വഴി വേറെ ആളോട് പറഞ്ഞിട്ടുള്ള വിവരങ്ങളാണ് എൻ്റെ അടുത്ത് എത്തിയിട്ടുള്ളത്. അതായത് രമേശ് ചെന്നിത്തല സ്വന്തമായിട്ട് പറയല്ല, ഒരു ബിസിനസ്സുകാരൻ രമേശ് ചെന്നിത്തലയോട് ആധികാരികമായി പറയുകയും അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്ന് ഇനി പറയേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ അത് ചെയ്യണമെങ്കിൽ കേരളത്തിൽ ഒരാൾക്ക് മാത്രമേ ഇത് ചെയ്യുന്നത്, കാരണഭൂതനല്ലാതെ, പിണുങ്ങാണ്ടി സ്വയം ദൈവമായി മാറിയ പിണുങ്ങാണ്ടി ദൈവത്തിനല്ലാതെ വേറെ ആർക്കും ഇത് ചെയ്യാൻ പറ്റില്ല. പിണുങ്ങാണ്ടിയാണ് ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ ആൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയണം. പിണുങ്ങാണ്ടിക്ക് ഇതൊക്കെ ഒരു പ്രശ്നമേ അല്ല. TP ചന്ദ്രശേഖരനെ കൊല്ലാൻ കഴിവുള്ള പിണുങ്ങാണ്ടിക്ക് ഇതാണോ വലിയ കാര്യം? ലാവലിൻ കേസിൽ മോഷണം നടത്തിയ എങ്ങനെയാണ്? ഈ ബാലാനന്ദൻ കൊണ്ടുവന്ന 100 കോടി രൂപയ്ക്ക് ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ പതികൾ കൊണ്ട് തീർക്കാം, അതിൻ്റെ എല്ലാ എക്യുപ്മെൻറ്റ്സ് അടക്കം, എല്ലാ അതിന് ലോൺ അടക്കം, അതിൻ്റെ കൺസൾട്ടൻസി അടക്കം, ബെൽ എന്ന് പറയുന്ന ഇന്ത്യയിലെ നവരത്ന സ്ഥാപനം ചെയ്യാമെന്ന് അവർ റിപ്പോർട്ട് കൊടുത്തിട്ട് 10-ാം ദിവസം അങ്ങേര് എന്ത് ചെയ്തു? ഒരു ടെൻഡറും വിളിക്കാത്ത, ആഗോള ടെൻഡറും വിളിക്കാത്ത SNC ലാവലിൻ എന്ന് പറയുന്ന ഇടനിലക്കാർക്ക് 278 കോടി രൂപയ്ക്ക് കൊടുത്ത ആളാണ്. എന്തിന്? 98.3 കോടി രൂപ മലബാർ ക്യാൻസർ സെൻ്ററിലേക്ക് വരേണ്ട, മലബാറിലെ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി വരേണ്ട പണം, 75 കോടി രൂപ പിണറായി വിജയൻ്റെ ഭാര്യയുടെ പേരിലുള്ള കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിക്ക് വന്നത്. അവിടെ ആരാ 3 വർഷം നിന്ന് അറിയോ? പിണറായി വിജയൻ്റെ മകനാണ്. ഈ ഫാരിസ് അബൂക്കർ എന്ന് പറയുന്ന ഇൻ്റർനാഷണലായ ഒരു ക്രിമിനൽ ഉണ്ട്. അവിടെ കിഡ്നി കച്ചവടത്തിൽ കേസായിട്ട് മുങ്ങിയിട്ട് കേരളത്തിൽ പോകുന്ന ആളാണ്. ആ ഫാരിസ് അബൂബക്കറുമായി നിന്നുകൊണ്ട് പാർട്ടിയെ മറയാക്കിക്കൊണ്ട് പിണറായി വിജയൻ നടത്തിയിട്ടുള്ള കൊള്ളകൾ, അത് നമ്മൾ ഓരോന്ന് അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ക്രിമിനലായിരിക്കും പിണറായി വിജയൻ. ലാവലിൻ കേസ് മുതൽ ഇങ്ങോട്ടുള്ള അത് ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് കാരണമായിട്ടുള്ളത് എവിടെ നിന്ന് തുടങ്ങിയിട്ടാണെന്ന് അറിയാമോ? ഇപ്പോഴൊന്നല്ല, പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സന്ദർഭത്തിൽ 1998 ചതയം ഗോവിന്ദൻ മരണശേഷം അദ്ദേഹം ആണ് ഈ ശബരിമലയിലെ കൊള്ള തുടങ്ങുന്നത്. അന്ന് പിണറായി വിജയൻ ഇതിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് മല്യ വന്നിട്ട് ഇവിടെ സ്വർണം പൂശാൻ എന്നുള്ള പേരിൽ വന്നു. മല്യയ്ക്ക് എത്ര പൈസ ചിലവായത് അറിയാമോ? 1 കോടി രൂപ. അന്ന് പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയനും അതേപോലെ അന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രിക്കും ദേവസ്വം ബോർഡ് ചെയർമാനായ VGK മേനോനും കമ്മീഷൻ പൈസ കൊടുത്തിട്ടാണ് അവിടെ സ്വർണം പൂശാൻ വേണ്ടിയിട്ട് അദ്ദേഹം വന്നത്. പൈസ കൊടുത്തിട്ട് ഏതെങ്കിലും ആൾക്കാർ, ഈ രാഷ്ട്രീയക്കാർ പൈസ കൊടുത്തിട്ട് ആരെങ്കിലും പിന്നെ സ്വർണം പൂശാൻ വരുമോ? അപ്പോൾ അതിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. 1998 അവിടെ 3 താഴിക്കുടങ്ങൾ, അതായത് പഴയ ചെമ്പിലുള്ള താഴിക്കുടങ്ങളിൽ അതീവ പവർ, മൾട്ടി പവറുള്ള എനർജി അതിനകത്ത് ഉണ്ടായിരുന്നു. അത് അദ്ദേഹം നേരത്തെ മനസ്സിലാക്കുകയും ഈ ധാന്യങ്ങളൊക്കെ ആകർഷിക്കുകയും പൊടിയായി തീരുകയും ചെയ്യുന്ന അതുണ്ടെന്ന് മനസ്സിലായി. ചില പക്ഷികളൊക്കെ എൻ്റെ അടുത്ത് വന്നിരുന്നാൽ കത്തിപ്പോകുന്ന ഒരവസ്ഥ, കരിഞ്ഞു പോകുന്നൊരവസ്ഥ,
ഉള്ള നമ്മുടെ അടുത്തേക്ക് ചെന്നാൽ രക്തം കംപ്ലീറ്റ് വലിച്ചെടുക്കുന്ന നമ്മൾക്കൊക്കെ ഭയങ്കര റേഡിയേഷൻ കിട്ടുന്ന അവസ്ഥ ഉണ്ടെന്നുള്ള ചില വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഈ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഈ മല്യ കൃത്യമായ പ്ലാനോടുകൂടി ശബരിമലയിലെത്തുകയും ശബരിമല കുറേ ദിവസത്തെ സ്വർണം പൂശ എന്ന പേരിൽ സ്വന്തമാക്കുകയും ചെയ്തു. സ്വർണം പൂശുന്നതിന് എത്ര റുപ്യ ചിലവായത് അറിയാമോ? 1 കോടി റുപ്യ അന്ന് 1990. ഇന്നത്തെ പോലെയുള്ള വിലയില്ല. 30 കിലോ സ്വർണ്ണമാണ് അതിന് 30.23 കിലോ സ്വർണ്ണമാണ് ചിലവായിട്ടുള്ളത്. കിലോ മൊത്തത്തിൽ അവിടെ ചിലവായി അതിനുവേണ്ടി പൂശാൻ വേണ്ടി ചിലവായിട്ടുള്ളത്. എന്നാൽ 1 കോടി റുപ്യ പകരം എത്ര കോടീൻ്റെ സാധനം കടത്തിക്കൊണ്ടുപോയത്? 30 ലക്ഷം കോടിയുടെ 3 താഴിക്കുടങ്ങൾ, ചെമ്പിൻ്റെ താഴിക്കുടങ്ങളാണ് കടത്തിക്കൊണ്ടുപോയത്. പകരം വേറെ സ്വർണം പൂശിയ സാധനം കൊണ്ട് വെച്ചു. ആൾക്കാർക്ക് യാതൊരു പ്രശ്നമില്ല. സ്വർണം പൂശിയുടെ ഇതിനുള്ളിൽ കിടന്ന മായാജാലം എന്താണെന്ന് മനസ്സിലായി. ഇത് എന്നോട് പറയുന്നത് ആരാ അറിയുമോ? മുൻ പന്തളം രാജാവായ ശബരിമല പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത മുൻപന്തിയിൽ നിന്ന ശശികുമാർ വർമ്മയാണ് എൻ്റെ അടുത്ത് പറയുന്നത്. പന്തളത്തെ അദ്ദേഹത്തെ ഞാൻ പോയി കണ്ടിരുന്നു. അദ്ദേഹമായി വിശദമായി സംസാരിക്കാൻ അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. ഇതിനെക്കുറിച്ച് എനിക്ക് അന്ന് കിട്ടിയ വിവരങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ശശികുമാർ വർമ്മയുടെ അടുത്ത് പോയത്. അദ്ദേഹത്തോട് ചോദിച്ചു, ഈ 3 താഴിക്കുടങ്ങൾ ഇവിടെ നിന്ന് മല്യ വന്നത് അതിനുവേണ്ടി കടത്താൻ വേണ്ടിയിട്ടല്ലേ? അതിന് ഇത്ര കോടാനുകോടി രൂപ കിട്ടുന്നതല്ലേ? എത്ര കോടി രൂപ കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ താഴെക്കുടങ്ങൾ മാറ്റി എന്ന് പറയുന്നതും ഈ ശബരിമല അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലായിരുന്നു എന്ന് പറയുന്നത് ശരിയാണ്. അന്ന് പിണറായി വിജയന് ചെറിയ എന്തോ അക്കാപ്പിച്ച കൊടുത്തിട്ടാണ് ഇത് കൊണ്ടായത്. അപ്പം എന്താണ് 2 കോടിയോ 1 കോടിയോ ഏറ്റവും കൊടുത്തിട്ടാണ് അന്ന് പിണറായി ഇല്ല, പാർട്ടി സെക്രട്ടറിയാണ്. 1996 മുതൽ 2001 വരെയുള്ള സമയത്താണല്ലോ ഇ.കെ. നായനാർ ഭരിക്കുന്ന സമയത്താണല്ലോ പി ശശി പിണറായി വിജയനാണല്ലോ കേരളം ഭരിച്ചത്. ഇ.കെ. നായനാരില്ലല്ലോ. ആ സമയത്താണ് ഇവർക്ക് കാശ് കൊടുത്തിട്ട് അവിടെ എല്ലാ സംവിധാനവും ഒരുക്കി സാധനം കൊണ്ടുപോയത്. പിന്നീട് മല്യ പലതവണയും പിണറായി വിജയന്റെ പല മാർക്സിസ്റ്റ് പാർട്ടിയുടെ പല പരിപാടികൾക്കും അവിടെ സ്പോൺസർ ചെയ്യാറുണ്ട്. വോളിബോളും മറ്റും മറിച്ചും. അതിന് ബന്ധം ശബരിമലയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇപ്പോൾ 30 ലക്ഷം രൂപയുടെ വില വരുന്ന ഈ മൾട്ടി ലെവൽ പവറുള്ള ഈ മെറ്റീരിയൽ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയതാണ് യഥാർത്ഥ രഹസ്യം. അതിനുശേഷം ഇത് അന്ന് പിണറായി വിജയൻ ഇതിന്റെ വിലയൊന്നും അറിയാത്തോണ്ടാ പറ്റി. പിന്നീടാണ് മനസ്സിലാക്കുന്നത് ശബരിമല കൊള്ള ചെയ്യാനുള്ള നല്ല സ്ഥലമാണ്. അദ്ദേഹം വരുമ്പോൾ കേരളത്തിലെ ഏതൊക്കെ ഭാഗങ്ങളിൽ എന്തൊക്കെ തട്ടിക്കൊണ്ടാവാം അദ്ദേഹം അങ്ങനെയാണ് മരം മുറിച്ചുകൊണ്ടായത്. 2001 ഇലക്ഷൻ വരുന്നതിന് മുമ്പ്, നിയമസഭ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് ചെയ്തു? മരങ്ങൾ കംപ്ലീറ്റ് കാടുകളിൽ നിന്ന് മുറിച്ച് എടുത്തു. പോലീസ് പിടിക്കാൻ പാടില്ല എന്ന് ഓർഡറാക്കി. 3 മാസത്തേക്ക് ഉണ്ടായിരുന്നല്ലോ ഓർഡർ. 3 മാസം കഴിഞ്ഞ് മരമൊക്കെ കടത്തി വിദേശത്തേക്ക് കടത്തി. അങ്ങനെയാണ് മുട്ടിൽ മരം മുറി കേസ് ഉണ്ടായത്. 1500 കോടിൻ്റെയാണ് മുട്ടിൽ മരം മുറി കേസ്. അതിനെക്കാട് എത്രയോ കോടാനുകോടി രൂപയുടെ സാധനങ്ങളാണ് മുറിച്ച് കൊണ്ടുപോയത്. ഈ കൊറോണ സമയത്ത് പോലീസ് അകമ്പടിയോട് കൂടിയിട്ടാണ് മുറിച്ച് കടത്തലൊക്കെ നടന്നത്. 500, 200, 300 പഴക്കമുള്ള തേക്ക്, ഈട്ടിയൊക്കെയാണ് അന്ന് കടത്തിക്കൊണ്ടുപോയത്. അങ്ങനെ കേരളത്തിൻ്റെ ഏതൊക്കെ മേഖല എന്തൊക്കെ തട്ടിപ്പ് നടത്താൻ പറ്റുന്നോ അതൊക്കെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. അതിലൊന്നാണ് ശബരിമല. ഈ ശബരിമലയിലെ ഈ വിഗ്രഹങ്ങളടക്കമുള്ള കാര്യങ്ങൾ അവിടുന്ന് പോകണമെങ്കിൽ പിണറായി അറിയാതെ ഒരു തരിമ്പ് സ്വർണം അവിടുന്ന് കടത്താൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? മലയാളികൾ വിശ്വസിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ആ പോറ്റിയെ, ആ പാട്ടൊന്നും പോയി ഒന്നുകൂടി കേട്ടോക്കാം. ചെമ്പായി മാറ്റിയേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ധനമൂറ്റിയേ പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ധനമൂറ്റിയേ സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണേ അയ്യപ്പ ലോഹം മാറ്റിയതാരപ്പ സഖാക്കളാണേ അയ്യപ്പ. ആ പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്ന് പറയുന്ന പാട്ട് എത്ര കൃത്യമായിട്ട് പിണറായി വിജയനെ പറ്റി പറഞ്ഞതാണ്. ഈ ഇവിടുന്ന് കൊണ്ടുപോയ ആൻറ്റിക്ക് എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട, പത്മകുമാറിനെ പ്രസിഡന്റ് ആക്കുന്ന സമയത്ത് പത്മകുമാറിനോട് കൃത്യമായി പിണറായി വിജയൻ വിളിച്ചു പറയുന്ന കാര്യം, അതായത് അദ്ദേഹം പ്രസിഡന്റ് ആയ സമയത്ത് കാറിൽ യാത്ര ചെയ്യുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ കെ പിണറായി വിജയൻ പറഞ്ഞ്, ഇതാ ഞാൻ നിന്നെ അവിടെ പ്രസിഡന്റ് ആക്കിയത് അവിടെ അത് നന്നാക്കാൻ ഇത് നന്നാക്കാനല്ല, അവിടെയുള്ള കാര്യങ്ങൾ നടത്താനാണ്. കാര്യങ്ങൾ നടത്താനെന്ന് പറയുന്നത് എന്തൊക്കെ സാധനങ്ങളുണ്ടോ അവിടെ അടിച്ചു മാറ്റാനുള്ളതൊക്കെ അടിച്ചു മാറ്റി കാര്യങ്ങൾ നടത്താനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് എന്ന് കൃത്യമായി പറയുന്നത് കേട്ടുള്ള ആളിനോട് സംസാരിച്ചിട്ടുണ്ട്. പത്മകുമാറിനെ അതിന് വേണ്ടിയിട്ടാണ് നിയമിച്ചത്. പത്മകുമാർ എന്ന് പറഞ്ഞാൽ കള്ളൻ എന്ന് പറഞ്ഞാൽ കാട്ടുകള്ളനാണ് പത്മകുമാർ. അതിൻ്റെ എത്രയോ വലിയ ഭീകരനായ കള്ളനാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയന് ഇവിടെയുള്ള സ്വർണം അല്ല ലക്ഷ്യം ഉണ്ടായിരുന്നത്, ഇത്ര ആൻറ്റിക്കുകളായിരുന്നു. ഈ ആൻറ്റിക്കുകൾക്ക് വിദേശത്ത് ചെറിയ വിലയൊന്നുമല്ല. ഇത്തരം സാധനങ്ങൾ കിട്ടാൻ വേണ്ടി എന്ത് വിലയും കൊടുക്കും.
വിദേശത്തുള്ള ആൾക്കാർ. നമ്മുടെ ഷാർജ സുൽത്താൻ വന്നപ്പോൾ എന്തിനാണ് സ്വർണം കൊടുത്തു എന്ന് പറയുന്നത്? ഷാർജ സുൽത്താന് ഭാര്യ വന്നിട്ട് സ്വർണം കൊടുക്കാന്ന് പറഞ്ഞു. ഈ സ്വർണത്തിന് അവർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഷാർജ സുൽത്താൻ അല്ല, ശബരിമലയിലെ ആന്റിക്കായിരുന്നു അവിടെ കൊടുക്കാന്ന് പറഞ്ഞിരുന്നത്. അതിന് കോടിക്കണക്കിന് രൂപ വിലയുള്ളതാണ്. അതാണ് അവർക്ക് ആവശ്യം. അല്ലാതെ ഈ സ്വർണം വേണമെങ്കിൽ ഇവിടുന്ന് വലിയ വിലയില്ല, അത് വലിയ അവർക്ക് എന്ത് കൗതുകമാണ് സ്വർണത്തിന്. ശബരിമല സ്വർണം ആയിരുന്നു കൊടുത്തത് എന്നുള്ള വിവരമാണ് വരുന്നത്. അതേപോലെ തന്നെ വിദേശത്തേക്ക് ഈ ബിസിനസ് നടത്തുന്നതിന് 50,000 കോടി രൂപയുടെ വിലയാണ് കിട്ടിയുള്ളത്. അതിന് പിണറായി വിജയന് വിദേശത്ത് ഫണ്ട് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടിയാണ് നമ്മൾ അപ്പോൾ രമേശ് ചെന്നിത്തല ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണോ? അതുപോലെ സാർ, തിരുവനന്തപുരത്ത് ഏതോ ഒരു പിന്നെ വ്യവസായിക്ക്, സ്വർണ്ണ വ്യവസായിക്കാണ് ഈ കൊടുത്തത്. അങ്ങനെയല്ല, ഉണ്ടായിരിക്കാം, അതിലെന്തെങ്കിലും കൊടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ പ്രധാനപ്പെട്ട വിഗ്രഹങ്ങളടക്കമുള്ള സാധനങ്ങൾ വിദേശത്തേക്ക് വിറ്റു എന്നാണ് രമേശ് ചെന്നിത്തല പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അതിന്റെ രമേശ് പറഞ്ഞ ആളിനെ ചോദ്യം ചെയ്യാൻ വിളിക്കും. ആ പറയുന്ന ആള് വഴിക്ക് തന്നെ വേറെ ആള് വഴിഞ്ഞിട്ടുള്ള വിവരമാണ് എനിക്ക് കിട്ടിയത്. 500 കോടിക്കല്ല, 50,000 കോടിക്കാണ്. അത് പറയാൻ മടിച്ചിട്ടാണ്. രമേശ് ചെന്നിത്തല വായന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല. 50,000 ആൾക്കാർ വിശ്വസിക്കുക എന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥ സത്യം അതാണ്.